ഓരോ ദിനവും നമ്മൾ മണ്ണിൽ എന്തെങ്കിലും ഒരു അടയാളങ്ങൾ തീർത്തുകൊണ്ടിരിക്കണം. അങ്ങനെ നമ്മൾ ഓരോ ദിനവും മണ്ണിൽ അടയാളങ്ങൾ തീർക്കുമ്പോൾ നമ്മൾ തന്നെ മണ്ണിൽ ഒരടയാളമായി തീരും. അതല്ലാതെ ഒരടയാളങ്ങളും തീർക്കാതെ നമ്മൾ വെറുതെ ഇരുണ്ടും വെളുത്തും പോകുന്ന ജീവിതത്തെ നോക്കിയിരുന്ന തിന്നും കുടിച്ചും ജീവിച്ച് മാഞ്ഞു പോയാൽ എന്തർത്ഥമാണ് അതിലുള്ളത്? അതേസമയം നമ്മൾ തീർക്കുന്ന അടയാളങ്ങൾ ചിലപ്പോൾ ജീവിതത്തിൽ ചരിത്രമായി മാറുകയും ചെയ്യും. നമ്മളൊക്കെ ചരിത്രം സൃഷ്ടിക്കുന്നവരാവാം, അല്ലെങ്കിൽ ചരിത്രത്തെ നമ്മൾ മനസ്സിലാക്കി ജീവിക്കുന്നവരാവാം. നമ്മൾ ചരിത്രം സൃഷ്ടിക്കാനാണ് എപ്പോഴും ശ്രമിക്കേണ്ടത്. ഞാൻ വലിയ ഫിലോസഫിയൊന്നും പറയുകയല്ല. എന്തെങ്കിലുമൊക്കെ നമ്മൾ ദിനംപ്രതി ചെയ്തുകൊണ്ടിരുന്നാൽ അതൊരു ചരിത്രം തന്നെയാകും. ചെറിയ കാര്യങ്ങളും വലിയ കാര്യങ്ങളും ചെയ്യുന്നവരുണ്ട്. ഒരു സമൂഹത്തിന് ആകമാനം ഗുണം ചെയ്യുന്നവരുണ്ട്. സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഗുണം ചെയ്യുന്നവരുണ്ട്. പക്ഷേ സ്വന്തം കാര്യങ്ങൾക്ക് ഗുണം ചെയ്യുന്നവർ അങ്ങനെ ചെയ്തിട്ട് വേണം സമൂഹത്തിന് മൊത്തത്തിലായി ഗുണം ചെയ്യാനുള്ള പ്രവൃത്തിയിലേക്ക് ഏർപ്പെടാൻ. ചിലരുണ്ട് സമൂഹത്തിന് മാത്രം ഗുണം ചെയ്യും, സ്വന്തം കാര്യങ്ങൾക്കൊന്നും ഒരു വിലയും കൽപ്പിക്കാതെ കുടുംബവും ശ്രദ്ധിക്കാതെ അങ്ങനെ ജീവിച്ചു പോകുന്നവർ. അത് ശരിയല്ല. നമ്മൾ എന്ത് പോളിസിയും അല്ലെങ്കിൽ എന്ത് തത്വശാസ്ത്രങ്ങളും എന്ത് നല്ല കാര്യങ്ങളും ചെയ്തു തുടങ്ങേണ്ടത് കുടുംബത്തിൽ നിന്നാണ്. കുടുംബത്തിൽ നിന്ന് തുടങ്ങുമ്പോഴാണ് അത് സമൂഹത്തിലേക്ക് പ്രതിഫലിക്കുക. അങ്ങനെ കുടുംബവുമൊത്ത് നല്ല കുടുംബബന്ധമായി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമാണ് സമൂഹത്തിൽ നല്ലൊരു വ്യക്തിയായി തീരാനും സാമൂഹിക നന്മകൾ മറ്റുള്ളവരിലേക്ക് പകരാനും സമൂഹത്തിനാകമാനം ഗുണം ചെയ്യുന്ന ഒരു വ്യക്തിയുമായി തീരാനും കഴിയുകയുള്ളൂ എന്ന ശാസ്ത്രം. ഇതൊന്നും പ്രത്യേകിച്ച് പറയേണ്ടതില്ല. വെറുതെ ഞാൻ പറഞ്ഞു തുടങ്ങിയപ്പോൾ അങ്ങനെ പറഞ്ഞു എന്ന് മാത്രം. കുറച്ച് ദിവസങ്ങളായി മുരിങ്ങയൊക്കെ പാകി നിർത്തിയിട്ട്, അതുപോലെ ചിരക്കയും കുമ്പളങ്ങയും ഇതെല്ലാം പാകി നിർത്തിയിട്ട് കുറച്ച് ദിവസമായി. കഴിഞ്ഞ ദിവസം അത് ചെയ്യാനായിട്ട് ഇറങ്ങിയപ്പോഴേക്കും കാലിന് ചെറിയൊരു മുറിവ് പറ്റി. പക്ഷേ അത് പ്രശ്നമല്ല. അതെല്ലാം കഴുകി ശരിയാക്കി തുളസിയിലേക്ക് തൂത്ത് അതെല്ലാം ഭംഗിയായി. ഇന്ന് ചില പരിപാടികൾ അതിൻ്റെ ബാക്കി പത്രമായിട്ട് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. ആദ്യം തന്നെ എന്തായാലും ചിരക്കയും കുമ്പളങ്ങയും മട്ടുപ്പാവിൽ നടണം. മട്ടുപ്പാവ് കൃഷിയൊക്കെ പണ്ടേ ഒഴിവാക്കിയതായിരുന്നു. 1.5 ലക്ഷം രൂപ മുടക്കി വാർക്കയുടെ മുകൾ വശം ശരിക്കും വാട്ടർ പ്രൂഫിംഗ് നടത്തിയതാണ്. ഇനി 5 കൊല്ലമാണ് ഗ്യാരണ്ടി ഉള്ളത്. 10 കൊല്ലം ഗ്യാരണ്ടി ഉണ്ട്. 5 കൊല്ലം മെറ്റീരിയൽ വാങ്ങിക്കൊടുത്താലാണ് അവർ ചെയ്തു തരുള്ളൂ. 5 കൊല്ലം ഫുൾ വാറണ്ടിയാണ്. എന്നാൽ മട്ടുപ്പാവിൽ ഇനി കൃഷി ചെയ്യുന്നത് വളരെ സൂക്ഷിച്ച് വേണം. കുറച്ച് ആംഗ്ലേറുകൾ ഉണ്ടാക്കാനുള്ള പ്ലാനുകൾ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആംഗ്ലേർ കൊണ്ട് സ്റ്റൂൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ബക്കറ്റോ ഗ്രോ ബാഗോ ഒക്കെ, ഗ്രോ ബാഗിൽ മട്ടുപ്പാവിൽ കൃഷി ചെയ്യാതിരിക്കുകയാണ് നല്ലത്. നല്ല പെയിൻറ്റ് ബക്കറ്റോ ഡ്രമ്മുകളോ ഒക്കെയാണ് ഉചിതം. അപ്പോൾ എന്തായാലും ഇലക്കറികൾ നിർബന്ധമായും ദിവസവും കഴിക്കണമെന്നുള്ള ഒരു ജീവിതശൈലി അവലംബിച്ചതുകൊണ്ട് സ്ഥിരമായി ഇലക്കറികൾ കിട്ടാൻ ചുരക്കയും മത്തയും പയറുമൊക്കെ നട്ടുപിടിപ്പിക്കേണ്ടതുണ്ട്. നമ്മളുടെ പറമ്പിൽ നമ്മൾ കുറേശ്ശെയൊക്കെ നട്ടുപിടിപ്പിച്ചാൽ നമുക്ക് മാറി മാറി മുരിങ്ങയും ചീരയുമൊക്കെയായി നമുക്ക് ഓരോ ദിനവും ഒരു 100-150 ഗ്രാം ഇലക്കറി ഓരോരുത്തരും, ഞങ്ങൾ 2 പേരാണല്ലോ ഉള്ളത്, അപ്പോൾ ഒരു 200-250 ഗ്രാം ഇലക്കറികൾ ഉണ്ടാക്കിയെടുത്താൽ അതിന് വലിയ പാടൊന്നുമില്ല. അതിനുള്ള പുറപ്പാടുകളാണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുവഴി മട്ടുപ്പാവിലെ കൃഷികൾ ഒന്ന് പരിപോഷിപ്പിച്ചെടുക്കാനുള്ള തീരുമാനത്തിലുമാണ്. ആകെ ഇലക്കറികളായി 2 മത്ത ആദ്യമേ നട്ടിരുന്നു. അത് ബീമിൻ്റെ പുറത്ത് ഓട് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ബക്കറ്റ് വെച്ചത്. അതുകൊണ്ട് തന്നെ വെള്ളം ഒരിക്കലും അവിടെ കെട്ടിക്കിടന്ന് പ്രശ്നമുണ്ടാകുകയില്ല. ഇതും അങ്ങനെ തന്നെ 2 ബക്കറ്റിൽ, ഒരു ബക്കറ്റിൽ 2 ചുവട് കുമ്പളവും ഒരു ബക്കറ്റിൽ 2 ചുവട് ചുരക്കയും നട്ടു കഴിഞ്ഞാൽ അത്യാവശ്യം ഇലകളായി ചുരക്കയും കുമ്പളങ്ങയും മത്തങ്ങയുമായി കഴിഞ്ഞാൽ അത്യാവശ്യം അവിയലും അല്ലെങ്കിലും ഒക്കെ ഉണ്ടാക്കാനുള്ള സംഗതികളുമായി. അപ്പോൾ നന്നായിട്ട് കായ്ക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കാച്ചില്ലെങ്കിലും ഇല പറിച്ച് കഴിക്കാമല്ലോ, അതാണ് ലക്ഷ്യം. നമ്മൾ പച്ചക്കറിയുടെ ഇലകളൊക്കെ അന്വേഷിച്ച് നടക്കുമ്പോൾ മിക്കവാറും വിഷമുള്ള ഇലകളോ അല്ലെങ്കിൽ ചീര
ചീരയൊക്കെ നല്ലതായിട്ട് കിട്ടും. പക്ഷേ എന്നാലും നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക മഹത്വമുണ്ട്, ഗുണമുണ്ട്. തന്നെയുമല്ല അത് ചെയ്ത് എടുത്ത് ഉപയോഗിക്കുമ്പോൾ ഒരു സന്തോഷവുമുണ്ട്. ഇങ്ങനെ ഞാൻ ഈ പറഞ്ഞതിനെക്കുറിച്ചാണ് ആദ്യമേ നമ്മൾ വീഡിയോ തുടങ്ങിയപ്പോൾ പറഞ്ഞത്. നമ്മൾ ഓരോ അടയാളങ്ങൾ തീർത്തുകൊണ്ടിരിക്കുക. ദിനം പ്രതി എന്നോണം രാവിലെ 1 മണിക്കൂർ, വൈകിട്ട് 1/4 മണിക്കൂർ എത്താൻ കഴിയുന്നവർക്ക്, ഇല്ലെങ്കിൽ അവധി ദിവസങ്ങളിൽ നമ്മൾ വീട്ടിലിരിക്കുന്ന ഒരു ദിവസം കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ റിട്ടയർമെൻറ്റ് ഹാൻഡ്സ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്. എന്നാൽ പങ്കാളിക്കാണെങ്കിൽ പുതിയ വിദ്യാർത്ഥി ആയതുകൊണ്ട് വലിയ തിരക്കൊക്കെ ഉണ്ട്. എന്നാലും ഓരോ ദിവസവും രാവിലെ ഇറങ്ങുന്ന വീഡിയോകൾക്കൊക്കെ, അത്യാവശ്യം പണികൾക്കൊക്കെ അദ്ദേഹം എന്നോട് സഹകരിക്കാറുണ്ട്. അങ്ങനെ ഇന്ന് മുകളിൽ വെച്ച് മണ്ണ് നിറയ്ക്കുന്നതിന് പകരം ഒരുപാട് പണികളുള്ളതുകൊണ്ട് താഴേന്ന് തന്നെ നിറച്ച് കയറ്റിക്കൊണ്ട് പോവുകയാണ്. നല്ല റിസ്ക്കുള്ള വേലയാണ്. അതുകൊണ്ട് ഭാര്യയോട് കോണിയുടെ അറ്റം ചവിട്ടി പിടിക്കാൻ പറഞ്ഞിട്ട് ഞാൻ റിസ്ക് എടുത്ത് തന്നെയാണ് കയറ്റിക്കൊണ്ട് പോകുന്നത്. 2 ബക്കറ്റല്ലേ ഉള്ളൂ, കുഴപ്പമില്ല. തന്നെയുമല്ല നല്ലൊരു എക്സസൈസുമാണ്. രാവിലെ 40 ഐറ്റം എക്സസൈസ് ചെയ്തിട്ടാണ് ഞാൻ പുറത്തിറങ്ങുന്നത്. 4:30 മണിക്ക് എണീച്ചാൽ ദിനചര്യകളൊക്കെ പൂർത്തിയാക്കി അതിനുശേഷം 1/2 ലിറ്റർ വെള്ളവും കുടിച്ചതിന് ശേഷം ഒരു വ്യായാമമുണ്ട്. വ്യായാമം എന്ന് പറഞ്ഞാൽ 40 ഐറ്റമാണ്. നമ്മുടെ എല്ലാ അവയവങ്ങളെയും, അതുപോലെ എല്ലാ അവയവങ്ങൾ തന്നെയല്ല, എല്ലാ കോശങ്ങളിലും ചലിക്കാൻ പാകുന്ന തരത്തിലുള്ള മൂക്കും കണ്ണും എന്ന് വേണ്ട എല്ലാ ഇന്ദ്രിയങ്ങളും ഉൾപ്പെടെ എല്ലാ അവയവങ്ങളും ചലിക്കുന്ന തരത്തിലുള്ള 40 ഐറ്റം വ്യായാമം ചെയ്തിട്ടാണ് ഞാനിപ്പോൾ എൻ്റെ ജീവിതശൈലി ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പുതിയ ജീവിത രീതി ഞങ്ങൾ അവലംബിച്ചിട്ടുണ്ട്. ഭാര്യയും കുറേയൊക്കെ വ്യായാമത്തിലേക്ക് മാറിക്കഴിഞ്ഞു. ഞാൻ നന്നായിട്ട് തടി കുറച്ചു. ഭക്ഷണം ഒരുപാട് നിയന്ത്രിച്ചത് കൊണ്ടാണ് അങ്ങനെ കുറച്ചത്. ഈ വ്യായാമങ്ങളും ഭാര്യ അത്രയും കുറഞ്ഞിട്ടില്ല, ഇനിയും കുറയ്ക്കാനുണ്ട്. അതിനുള്ള പണിപ്പുരയിലാണ്. അങ്ങനെ ഞങ്ങൾ ആ 2 ബക്കറ്റും കയറ്റി 2 ഓടും മുകളിലേക്ക് കയറ്റിയതിന് ശേഷം ഞാൻ കോണി കയറി മുകളിൽ പോയി. ഭാര്യ വീടിൻ്റെ അകത്തുകൂടി കയറി വന്ന അത് നടാനുള്ള ഒരു ശ്രമത്തിലാണ്. ഇന്ന് നടാൻ പോകുന്നത് ചുരക്കയും കുമ്പളവുമാണ് എന്ന് ഞാൻ പറഞ്ഞു. കഴിഞ്ഞ തവണ മത്ത നട്ടത് കണ്ടോ? എത്ര പെട്ടെന്നാണ് 10-12 ദിവസമായപ്പോഴേക്കും മത്ത വലിയ ഇലയായി അതങ്ങനെ പടർന്ന് പന്തലിക്കുകയാണ്. ഒരു 5 ദിവസത്തോടെ കഴിഞ്ഞാൽ അതിൽ നിന്ന് 3 അടവിട്ടുള്ള ഇല പറിച്ച് ഞങ്ങൾ തോരൻ വയ്ക്കും. അതിനുള്ള എല്ലാ ആർജവും ആ ചെടിക്ക് വന്നു കഴിഞ്ഞു. തന്നെയുമല്ല യഥേഷ്ടം തല വച്ച് തുടങ്ങിയിട്ടുണ്ട്. 5-6 തല നീണ്ടു കഴിഞ്ഞാൽ പിന്നെ 1.5 തലകളിൽ നിന്ന് നമുക്ക് 3 അടവിട്ടുള്ള ഇല പറിച്ചെടുക്കാം. അതിനാണ് ഈ ഉദ്യമം. അതിനുശേഷം മത്തങ്ങ പൂവുണ്ടായി മത്തങ്ങയും ഉണ്ടാകും. കണ്ടില്ലേ, ഇങ്ങനെ 2 ബീമിൻ്റെ പുറത്താണ് ഇപ്പോൾ ഓട് വയ്ക്കുന്നത്. വാർക്കയുടെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ ഊറിക്കൂടി പായൽ കെട്ടി വെള്ളം അകത്തേക്ക് ലീക്കാവാൻ തുടങ്ങും മാസങ്ങൾ കൊണ്ട്. അതുകൊണ്ട് വാട്ടർ പ്രൂഫിംഗ് നടത്തിയതാണ്. ഇനി ഇതൊക്കെ ചെയ്തിട്ട് ലീക്കായി കഴിഞ്ഞാൽ അവരുടെ എഗ്രിമെൻ്റ് അവർ പുതുക്കുകയില്ല, തന്നെയല്ല ഗ്യാരണ്ടി നമുക്ക് തരികയുമില്ല. അപ്പോൾ ഇത് കുഴപ്പമില്ല. ഇനി വയ്ക്കാവുന്ന മറ്റ് ചെടികളും അതുപോലെ മറ്റ് പച്ചക്കറികളുമൊക്കെ നടാൻ ഉദ്ദേശമുണ്ട്. അതിന് ഞങ്ങൾ 1 അടി പൊക്കമുള്ള ആംഗ്ലർ കൊണ്ടുള്ള സ്റ്റൂൾ ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനത്തെ കുറേ സ്റ്റൂളുകൾ ഉണ്ടാക്കുകയും അതുപോലെ വാർക്കപ്പുറത്ത് പൈപ്പ് ബോൾട്ടിട്ട് മുറുക്കി പന്തലുണ്ടാക്കാവുന്ന 2 പന്തലും ഉണ്ടാക്കി കഴിഞ്ഞാൽ 15 അടി നീളത്തിലും 7 അടി വീതിക്കുമുള്ള 2 പന്തലുണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് പയറും കോവലവുമൊക്കെ യഥേഷ്ടം മുകളിൽ കൃഷി ചെയ്യാം. അത്തരമൊരു പരിപാടി കൂടി ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. അതിനൊക്കെ പൈസ മുടക്കുണ്ട്. പൈസയുടെ വരവനുസരിച്ച് മാത്രമേ അങ്ങനത്തെ പരിപാടിയിലേക്ക് കടക്കാൻ കഴിയൂ. ഇപ്പോൾ പൈസ മുടക്കില്ലാത്ത ചില പരിപാടികളാണ് ഞാൻ ചെയ്തു പോരുന്നത്. അങ്ങനെ റിസ്ക് എടുത്ത് കയറ്റിയ ബക്കറ്റ് മുഴുവൻ ഒരെണ്ണം താഴെയും ഒരെണ്ണം അടുത്ത സ്റ്റെപ്പ് വാർക്കയുടെ മുകളിലേക്കും കയറ്റി അത് നടാനുള്ള പരിപാടിയാണ് അടുത്തത്. ഇന്നത്തെ ദിവസം വളരെ സന്തോഷമായി. കാരണം ഈ 2 ചെടികൾ നട്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്ത ഉത്സാഹമാണ്. തന്നെയുമല്ല കഴിഞ്ഞ ആഴ്ചയിൽ നട്ടിട്ടുള്ള മത്തൻ അങ്ങനെ പടർന്ന് പന്തലിക്കുന്നത് കാണുമ്പോൾ വല്ലാത്തൊരു ഉത്സാഹമുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾക്കും ഇത്തരം ചില വേലകൾ ചെയ്യാൻ പാടില്ലേ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഞാൻ എപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, പച്ചപ്പാണിൻ്റെ സന്തോഷമെന്നുള്ള യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് ഇതെല്ലാം ഞാൻ കാണിച്ചു തരുന്നത്. നിങ്ങൾ പ്രായമേറിയവർ പ്രത്യേകിച്ചും
ബാല്യത്തിലും കൗമാരത്തിലുമൊക്കെ ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ നല്ല ഏണിംഗ് ഉണ്ടാക്കുകയും നല്ല മനുഷ്യനായി തീരുകയും നല്ല പച്ചക്കറികളുമൊക്കെ കഴിച്ച് ജീവിക്കുകയുമൊക്കെ ചെയ്യാം. എന്നാൽ പ്രായമേറിയവർ ഇനിയെങ്കിലും നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ മാനസികമായ സംഘർഷങ്ങൾ കുറയുകയും അതുപോലെ നമ്മൾ കഴിക്കുന്ന മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ ആ മരുന്നുകളുടെ അളവുകൾ ഒരുപാട് കുറയ്ക്കാൻ കഴിയും. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ നിരന്തരമെന്നോണം ഞാൻ ചെയ്യുന്ന ഓരോ വേലകളും യൂട്യൂബിലേക്ക് പകർത്തി പച്ചപ്പാണിൻ്റെ സന്തോഷം എന്ന ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ആദ്യം സബ്സ്ക്രൈബ് ചെയ്തവർ ഒരു കാരണവശാലും ചെയ്യരുത്. അല്ലാത്തവർ ഒരു ലൈക്ക് അടിക്കാം. ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ആ കൊച്ചു ബെൽ ബട്ടൺ ഒന്ന് അമർത്തിയാൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങളിലേക്ക് എത്തിച്ചേരും. ആ ഓൾ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്താൽ പിന്നെ തത്സമയം നിങ്ങളിലേക്ക് എല്ലാ വീഡിയോകളും എത്തും. അങ്ങനെ കുമ്പളവും ചുരക്കയും നട്ടു കഴിഞ്ഞു. അര ബക്കറ്റ് വെള്ളം കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇനി ഒന്നരാടം മഴയില്ലെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അത് ആവശ്യമുള്ള വെള്ളം എടുക്കുകയും ബാക്കിയുള്ള വെള്ളം അതിൻ്റെ ഹോളിലൂടെ ചോർന്നു പൊക്കുകയും ചെയ്യും. ഭീമിൻ്റെ പുറത്തായതുകൊണ്ട് വാർക്ക പുറത്തേക്ക് ചാടി പെട്ടെന്ന് ഒഴുകി പോവുകയോ ഉണങ്ങി പോവുകയോ ചെയ്യുമ്പോൾ വാർക്കയ്ക്ക് അത് കേടാവുകയില്ല. അങ്ങനെ പച്ചപ്പാണിൻ്റെ സന്തോഷം എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തു, ഷെയർ ചെയ്തു, ലൈക്ക് ചെയ്തു എന്നൊക്കെ എനിക്കറിയാം. ഇത് കണ്ടിട്ടില്ലാത്തവരിലേക്ക് നിങ്ങൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്, പ്രായമേറിയവരിലേക്ക്. അങ്ങനെ എല്ലാവരും എന്തെങ്കിലുമൊക്കെ ശിഷ്ടജീവിതത്തിൽ നല്ല ഇലകളും പച്ചക്കറികളും ഒക്കെ പറിച്ചു തിന്നാൻ ഇത്തരം ചില വേലകളൊക്കെ ചെയ്ത് സന്തോഷകരമായി ജീവിക്കട്ടെന്നേ നിങ്ങളും ജീവിക്കുക. അതിനാണ് നിരന്തരമെന്നോണം ഞാനിങ്ങനെ പണി ചെയ്തിട്ട് വായിട്ടടിച്ച് നിങ്ങളിലേക്ക് ഇത് എത്തിക്കുന്നത്. ഞാനും ഭാര്യയും സുന്ദരമായിട്ട് ആസ്വദിച്ച് തന്നെയാണ് ഈ ഓരോ വേലകളും ചെയ്തു പോകുന്നത്. എത്രയൊക്കെ നമ്മൾ ചെടികളെ സ്നേഹിക്കുന്നു അത്രമാത്രം നമുക്ക് സന്തോഷം കിട്ടും. ഓരോ ചെടികളെയും നട്ട് പരിപാലിക്കുമ്പോൾ ഒന്ന് തൊട്ട് തലോടി അവരോട് രണ്ട് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞാൽ അവ പെട്ടെന്ന് പൂക്കുകയും കായ്ക്കുകയും അവ ഫലങ്ങൾ ഉണ്ടാവുകയും മൂക്കുകയും പഴുക്കുകയും ഒക്കെ ചെയ്യുമെന്നുള്ളത് ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഓരോ ചെടികളും നമ്മൾ തൊട്ട് തലോടി നട്ട് നനച്ച് അതിനോട് വർത്തമാനമൊക്കെ പറഞ്ഞ് സല്ലപിക്കുമ്പോൾ നമുക്ക് തന്നെ വീട്ടിൽ ആരും തന്നെ ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെ സുഹൃത്തുക്കളെ കിട്ടിയതുപോലെ ഒരു അനുഭൂതി നമുക്ക് ലഭിക്കും. കണ്ടില്ലേ, മത്തയും കുമ്പളവും ചുരക്കയുമൊക്കെ അടുത്ത ദിവസം മുതൽ ഇനി മട്ടുപ്പാവിൽ യഥേഷ്ടം വിഹരിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ മുകളിൽ നിന്ന് ഇന്നത്തെ പണികൾ കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങാനുള്ള ശ്രമത്തിലാണ്. മുകളിൽ നിന്ന് നമുക്ക് ആ കാണുന്ന ചുരക്കയ്ക്കും കുമ്പളത്തിനും വെള്ളം ഒഴിച്ചു കൊടുത്തു. ആ വെള്ളം വേസ്റ്റായിട്ടുള്ളത് ഒഴുകി താഴേക്ക് പതിക്കുമ്പോൾ വീടിൻ്റെ മുകളിലുള്ള ടാങ്കിൽ നിന്നുള്ള വെള്ളവും ഈ വെള്ളവും ഒക്കെ ചാടുന്നത് 2 ഡ്രമ്മുകളിലേക്കാണ്. ആ ഡ്രമ്മുകളിൽ വീഴുന്ന വെള്ളങ്ങളൊക്കെ കിളികൾക്ക് കുളിക്കാനും കുളിക്കാനുമായിട്ട് യഥേഷ്ടം ഉപയോഗിക്കാൻ വാർക്കപ്പുറത്ത് അങ്ങനെ 2 ഡ്രമ്മുകൾ 2 ബക്കറ്റുകൾ നിരന്തരമായി വച്ചിട്ടുണ്ട്. അപ്പോൾ കിളികൾക്കും അത് ആസ്വദിക്കാൻ കഴിയും. ഒന്നും നമുക്ക് വേസ്റ്റ് ആകുന്നില്ല. എല്ലാ വേസ്റ്റുകളും നമ്മൾ അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മുകളിലത്തെ പണി കഴിഞ്ഞ് താഴെ ഇറങ്ങി മീൻകടയിൽ പോയി കൊണ്ടുവന്ന മീൻ വേസ്റ്റ് 2 പേരും കൂടി ഉത്സാഹിച്ച് പെട്ടെന്ന് തന്നെ അതൊക്കെ കട്ട് ചെയ്ത് കഴുകി വാരി താറാവിന് കൊടുക്കണം. അതിനുള്ള ദ്രുതഗതിയിലുള്ള പണികളാണ് അടുത്തത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഭാര്യ മറ്റൊരു കാര്യം പറഞ്ഞു, മുരിങ്ങ നട്ടില്ല എന്നാൽ ഇത് കഴിയട്ടെ, എന്നാൽ മുരിങ്ങയും കൂടി നട്ടിരിക്കാം എന്ന് പറഞ്ഞ് താറാവിനുള്ള തീറ്റയും എല്ലാം ഒരുക്കി അവർക്ക് താറാവിന് കോഴിക്കും കിളികൾക്കും കൊച്ചുകോഴിക്കുമൊക്കെ അവരവർക്ക് കൊടുക്കാവുന്ന ഭക്ഷണങ്ങളൊക്കെ ഭംഗിയായി കൊടുത്തതിന് ശേഷം അവർ തിന്ന് കുടിച്ച് നീന്തി കുളിക്കാനും താറാവുകൾ കുളിക്കാനും ഒക്കെ തുടങ്ങി. അതിനുശേഷം ഞങ്ങളാണെങ്കിൽ ഒരു ഗ്ലാസ് കാപ്പിയൊക്കെ കഴിച്ച് അതിനുശേഷം വേണം ഇനി മുരിങ്ങ നടാൻ. മുരിങ്ങയും ഇന്ന് തന്നെ നട്ടു തീർത്തില്ലെങ്കിൽ അവ വലുതായി കഴിഞ്ഞാൽ പിന്നെ അത് ബുദ്ധിമുട്ടാകും. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ ചട്ടിയൊക്കെ എടുത്ത് കമത്തി നമുക്ക് ഭംഗിയായിട്ട് അതിനെ കുഴിച്ചിട്ട് അതിനെയും പരിപാലിക്കാൻ കഴിയും. ഈ കാണുന്ന ചെടികളൊക്കെ ഓരോ 2 മാസത്തിനുള്ളിൽ നട്ട് പരിപാലിച്ച് അലങ്കാര ചെടികളായി വളർന്നുകൊണ്ടിരിക്കുന്ന രംഗങ്ങളാണ് ഇത് കാണുന്നത്. ഓരോ ദിവസവും ഞങ്ങൾ 5 ചെടിയെങ്കിലും അല്ലെങ്കിൽ 1 ചെടിയെങ്കിലും ദിവസം പ്രതി ഞങ്ങൾ നട്ടിരിക്കും. അത് നിർബന്ധമായിട്ടും ഞങ്ങളിപ്പോൾ ശീലിച്ചു പോരുന്ന ഒന്നാണ്. അത്യാവശ്യം വരെ തിരക്കുകളിൽ പോകേണ്ടതുണ്ടെങ്കിൽ മാത്രമാണ് ചെടികൾ നടാതിരിക്കുന്നത്.
വീടിൻ്റെ ചുറ്റുവട്ടത്തുള്ള ചെടികളെല്ലാം നാമാവിശേഷമായിരുന്നു. അതിൻ്റെ മദർ പ്ലാന്റുകളുടെയൊക്കെ വേരും കാണ്ഡങ്ങളുമൊക്കെ അത്യാവശ്യം പറിച്ചെടുത്ത് നട്ട് പരിപാലിച്ചാണ് ഇപ്പോൾ വീടിൻ്റെ ചുറ്റുവട്ടങ്ങളെല്ലാം ചെടികൾ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മെല്ലെ മട്ടുപ്പാവിലേക്കും കയറാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ മുരിങ്ങയ്ക്കുള്ള തടമെടുത്ത് 2 ചട്ടിയിലായി പാകി നിർത്തിയിട്ടുള്ള മുരിങ്ങ ബഡ് മുരിങ്ങയാണ് എന്ന് പറഞ്ഞു, നന്നായിട്ട് കായ്ക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഡാനിഷ് ഗാർഡനിൽ നിന്നാണ്, തങ്കച്ചൻ്റെ ഗാർഡനിൽ നിന്നാണ് കൊണ്ടുവന്നിട്ടുള്ളത്. കായ്ച്ചില്ലെങ്കിൽ തന്നെ മുരിങ്ങയുടെ ഇലയാണ് നമുക്ക് ഏറ്റവും പ്രധാനം. ഓരോ ദിവസവും മാറി മാറി ഇലക്കറികൾ ഭക്ഷിക്കണം. ഇത് മറ്റൊരു തരം ചേമ്പാണ്. ഇന്ന് ഈ ചേമ്പ് മാർക്കറ്റിൽ ഭയങ്കര ഹൈലൈറ്റാണ്. അതുകൊണ്ട് ആ ചേമ്പ് വീട്ടിലുണ്ടായിരുന്നു, അതെല്ലാം വെട്ടിക്കളഞ്ഞിരുന്നു. എന്നാൽ അതിൻ്റെ തൈകൾ ഉണ്ടായിരുന്നത് പറിച്ചെടുത്ത് അതിനെയും നട്ട് പരിപാലിക്കാനുള്ള ശ്രമത്തിലാണ്. അങ്ങനെ മുരിങ്ങയുടെ ചട്ടിയിൽ പാകിയത് ഭാര്യ എടുത്തുകൊണ്ട് വന്നു. നല്ല വെയിറ്റാണ്, കാലത്ത് തന്നെ എനിക്ക് പണിയായല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കുഴിയിൽ തടമെടുത്ത കുഴിയിലേക്ക് മുരിങ്ങ നടാനുള്ള ഒരുക്കത്തിലാണ്. അവിടെ വളം യഥേഷ്ടവും പച്ചില വളവും ഒക്കെ ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് വളമൊന്നും ഇടേണ്ടതില്ല. അങ്ങനെ ഇന്ന് മുരിങ്ങയുടെ പണിയും തീർത്തു കഴിഞ്ഞാൽ മുരിങ്ങ നാളെ മുതൽ ഇനി എലി കളയുകയുമൊന്നുമില്ല. ആ പരുവമൊക്കെ കഴിഞ്ഞു. എന്നാലും രാവിലെ നോക്കിക്കഴിഞ്ഞാൽ ഭാഗ്യത്തിന് കളഞ്ഞില്ലെങ്കിൽ ഭാഗ്യം തന്നെയുമല്ല, ഇനിയും വലുതായി കഴിഞ്ഞാൽ ചട്ടി കമത്തുമ്പോൾ ഒടിഞ്ഞു പോകും. അതുകൊണ്ടാണ് ആ പരുവം എത്തുമ്പോൾ എടുത്ത് കമഴ്ത്തി ഇന്ന് നടുന്നത്. അങ്ങനെ മുരിങ്ങയും 2 എണ്ണം അവിടെ സ്ഥാപിച്ചു കഴിഞ്ഞു. അങ്ങനെ ഇന്നത്തെ പണികൾ ഏതാണ്ടൊക്കെ പൂർത്തീകരിച്ചു. ഇന്നത്തെ ടൈം ടേബിൾ ഒരുവിധം പൂർത്തിയായി. ഇനി ആ പറിച്ചു വച്ച ഹൈലൈറ്റായിട്ടുള്ള ഇന്നത്തെ ചെടിക്കടകളിലുമൊക്കെ അതുപോലെ ഫാഷൻ ഡിസൈൻ ഷോപ്പുകളുടെ മുമ്പിലൊക്കെ വലുതായി വളരുന്ന ഹൈലൈറ്റായിട്ട് വളർത്തുന്ന ചേമ്പിൻ്റെ തൈകളാണിത്. ആർക്കെങ്കിലും വേണമെങ്കിൽ ഈ തൈകൾ ഞാൻ കൊറിയറായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധേനയോ അയച്ചു തരാം. ഇഷ്ടമുള്ളവർ വിളിക്കുക. എൻ്റെ നമ്പർ നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അത്തരം ചേമ്പിൻ തൈകൾ, വ്യത്യസ്ത ഇനം ചേമ്പുകളൊക്കെ നട്ട് വളർത്താൻ ഉദ്ദേശമുണ്ട്. ഓരോ ദിവസവും ഒന്നും കളയാതെ എല്ലാത്തിനെയും നട്ട് പരിപാലിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഞങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ചെടികൾ മാക്സിമം അങ്ങ് വളരട്ടെ. പച്ചപ്പാണിൻ്റെ സന്തോഷമെന്ന യൂട്യൂബ് ചാനലിൻ്റെ വീടിൻ്റെ ചുറ്റുവട്ടങ്ങൾ പച്ചപ്പ് കൊണ്ട് നിറയട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. അങ്ങനെ വലിയ താമസിയാതെ ആട് എത്തുമെന്ന് ഒരറിയിപ്പ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ആടിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം കൂടെല്ലാം വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. ഒരാട് വന്നാൽ പിന്നെ ഒരു കൊല്ലത്തിനുള്ളിൽ അവ പ്രസവിച്ച് പല കുട്ടികളായി അവ പ്രസവിച്ച് പെറ്റുപെരുകി ആടുകളുടെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ പലതരത്തിലുള്ള ജീവജാലങ്ങളുടെയും പക്ഷിമൃഗാദികളുടെയും എണ്ണങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വീടും പരിസരവും സന്തോഷവും ഞങ്ങളും അതിലേറെ ഉത്സാഹത്തോടെയും സന്തോഷത്തോടെയും സമാധാനത്തോടെയുമുള്ള ജീവിതം, പെൻഷന് ശേഷം ശിഷ്ടജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ മാസം നട്ട ചെത്തിയൊക്കെ കണ്ടില്ലേ, പൂത്ത് കിളിർത്ത് തുടങ്ങിയിരിക്കുന്നു. ആ കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലുണ്ടാകുന്ന സന്തോഷം ചില്ലറയല്ല. ഇതിനു വേണ്ടിയിട്ടാണ് നിങ്ങളിലേക്കും ഈ വീഡിയോകൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നിങ്ങളും എന്തെങ്കിലുമൊക്കെ ചെയ്ത് സന്തോഷവാന്മാരായി ജീവിക്കുക എന്നുള്ളതാണ് എനിക്ക് ഇതിലൂടെ പറയുവാനുള്ളത്. അങ്ങനെ ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും പച്ചപ്പാണിൻ്റെ സന്തോഷം അവസാനിപ്പിക്കുകയാണ്. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്ത, ഞങ്ങളെ കാണുകയും കേൾക്കുകയും ചെയ്ത ഞങ്ങളുടെ നല്ല പ്രേക്ഷകരായ മുഴുവൻ പ്രേക്ഷകർക്കും പച്ചപ്പാണിൻ്റെ സന്തോഷം എന്ന ചാനലിൻ്റെ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. ഏവർക്കും ഒരിക്കൽ കൂടി നന്ദി. ഗുഡ് ബൈ.